ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്ക് ആധാരമായി പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം 11-ാമത്തെ വാക്യം വായിക്കുവാൻ കർത്താവ് ശരണം പ്രാപിക്കുന്നു. आज के मनन के लिए हम पढ़ेंगे निर्गमन के पुस्तक 3रा अध्याय. ഫറവോന്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കുവാനും ഞാൻ എന്തുമാത്രമുള്ളൂ എന്ന് പറഞ്ഞു. निर्गमन 3:11. तब मूसा ने परमेश्वर से कहा, मैं कौन हूँ जो फिरौन के पास जाऊँ और इस्राएलियों को मिस्र से निकाल ले जाऊँ. നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ നമുക്ക് വണക്കാം. आंखों को बंद करें, प्रार्थना करें. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പരമപിതാവേ, पवित्र परमेश्वर, അനുഗ്രഹീതമായ നല്ല ദിനത്തിന്റെ പ്രഭാത സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ आशीषित दिन की इस सुबह वेला के लिए मैं आपकी आराधना. ജീവനുള്ള ദൈവത്തിന്റെ വചനം ധ്യാനിക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണം. जिंदा परमेश्वर की वचन से मनन करने के लिए मैं सहायता कीजिए. ഈ വചനത്തിലൂടെ ദൈവം ഞങ്ങളുടെ ശക്തീകരിക്കുകയും ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യുമാറാകണം. इस वचन के द्वारा परमेश्वर में बलवंत बनाए. കർത്താവേ, നിങ്ങളുടെ വായിലെ വാക്കുകളും നിന്റെ ജനത്തിന്റെ ഹൃദയത്തിന്റെ ധ്യാനവും യഹോവയ്ക്ക് ഒരു പ്രസാദകരമായിരിക്കണം. हमारे शब्द हमारे सोच आपके सामने हैं. അങ്ങയുടെ വരവിനായി ഞങ്ങളെ ഒരുക്കിക്കാട്ടെ. आपके आगमन के लिए मैं तैयार कीजिए. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. यीशु मसीह के नाम से. ഹല്ലേലൂയ. ഇതിനാസ്പദമായ സംഭവം നമുക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ ആ ഭാഗം വിശദീകരിക്കുവാൻ കർത്താവിൽ ശരണം പ്രാപിക്കുന്നില്ല. इस घटना को हम अच्छे से जानते हैं, इसलिए इसका पृष्ठभूमि के बारे में ज्यादा मैं बोलना चाहूंगा. ഒറ്റ വാക്യത്തിനകത്ത് ഒരു വാക്ക് മാത്രം പറഞ്ഞാണ് ഞാൻ മുമ്പോട്ട് ശുശ്രൂഷിക്കാനായിട്ട് इस ആഗ്രഹിക്കുന്നത്. वचन से एक शब्द बोलकर मैं इस सेवकाई करना चाहता हूँ. ഒരിക്കൽ ആമേൻ സ്തോത്രം, ജനം തള്ളിക്കളഞ്ഞതായ മോശെ എന്ന് പറഞ്ഞ ഈ മനുഷ്യനെ ദൈവം സന്ദർശിച്ചിട്ട് ദൈവം അവനോട് പറയുകയാണ്, ഞാൻ നിന്നെ ആമൻ ഇസ്രായേൽ ജനത്തെ വീണ്ടെടുക്കുവാനുള്ളതായ വ്യക്തിയായി ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുക. एक बार इसराइल लोगों ने जो भूल गया था, छोड़ दिया था मूसा नाम का व्यक्ति को, एक बार परमेश्वर ने बात करके उसको बोला है, इसराइल लोगों को छुड़ाने के लिए मैं तुमको चुन लिया हूँ. ഹല്ലേലൂയ. തിരുവചനത്തിൽ ഇങ്ങനെ പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഞാൻ നിന്നെ മിസ്രൈമിലുള്ള എൻ്റെ ജനത്തിന്റെ കഷ്ട നിമിത്തം കണ്ടു, ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളി കേട്ടു എന്ന് പറഞ്ഞ് यहाँ पर वचन कहते हैं, परमेश्वर ने मूसा से कहते हैं, इसराइल लोगों का उसका पुकार को मैंने सुना, उसका आंसू को मैंने देखा. 9-ാമത്തെ വാക്യം പറയുകയാണ്, മിസ്രൈമർ അവരെ ഞെരുക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു, ആകയാൽ വരിക. 9वां आयत में कहता है, इसराइल लोगों को चिल्लाहट को मैंने सुना है, मिस्र उसका ऊपर कैसे प्रबल होते हो मैंने देखा है, इसलिए तुम आ जाओ. തുടർന്ന് പറയുന്നു, ആമേൻ സ്തോത്രം, ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കലേക്ക് അയക്കാൻ പോകുകയാണ്. और कहते हैं, मैं तुम्हें फिरौन के पास भेजने जा रहा हूँ. ഹല്ലേലൂയ. ഈ വാക്കുകൾ കേട്ടപ്പോഴാണ് അവൻ ഇവിടെ മോശ പറയുന്നത്, ഞാൻ എന്തുള്ളൂ എന്ന് പറയാം. इन बातों को सुनने के बाद मूसा कहते हैं, मैं है कौन. പ്രിയ സഹോദരങ്ങളെ, വേദപുസ്തകം വായിക്കുന്ന സമയത്ത് നമുക്ക് കാണുവാൻ സാധ്യമാണ്, അവൻ മോശയുടെ ജീവിതത്തിൽ 120 വയസ്സായിരുന്ന അദ്ദേഹത്തിന്റെ പ്രായമെന്ന് നമ്മൾ കാണുന്നുണ്ട്. वचन में ये देखने को मिलते हैं, मूसा 120 साल तक जिए थे. 120 വയസ്സുള്ള മോശയുടെ ജീവിതത്തെ കാലഘട്ടത്തെ നമുക്ക് 3ആയി തരംതിരിക്കാം. 120 साल जीने वाला मूसा का जिंदगी को 3 भाग में बांट सकते हैं. ആദ്യത്തെ 40 സംവത്സരങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മിസ്രൈമിലെ സകല ജ്ഞാനവും അഭ്യസിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. पहला 40 साल उसने मिस्र में रह करके वहां के सारे शिक्षाओं को उसने पाया. അവൻ ഹല്ലേലൂയ ആദ്യത്തെ 40 സംവത്സരം കൊണ്ട് അദ്ദേഹം മിസ്രൈമിലെ സകല ജ്ഞാനവും അഭ്യസിച്ചു എന്നാണ് അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ നാം കാണുന്നത്. प्रेरितों की पुस्तक 7वां आयत में ये देखने को मिलता है, उसका पहला 40 साल तक मिस्र में रह करके उधर के सारे शिक्षाओं को उसने पाया. 7-ാം अध्याയം 22-ാമത്തെ വാക്യത്തിന്റെ പ്രായം വ്യക്തമായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 7वां आयत 22वां आयत में उसका उम्र के बारे में कहते हैं. ഹല്ലേലൂയ. അവിടെ അവർക്ക് വേണേ വായിക്കാം. നോക്ക, അവന് 40 വയസ്സ് തികയാറായപ്പോൾ തുടർന്ന് അടുത്ത അവന്റെ ജീവിതത്തിന്റെ ഘട്ടം മാറുകയാ. और आगे देखिएगा, जो उसने जब 40 साल के हो गया, उसके जिंदगी का दूसरा हिस्सा शुरू हो रहा है. അടുത്ത ഒരു ഘട്ടത്തിലേക്ക് അവൻ പ്രവേശിക്കുന്ന കാണുന്നത്. 40 साल के बाद दूसरा एक हिस्सा में वो प्रवेश कर रहा है. അവൻ തന്റെ സഹോദരന്മാരെ സന്ദർശിക്കുന്ന സമയത്ത് അവിടെ നടക്കുന്ന ഒരു അന്യായത്തിന് മുമ്പിൽ അവൻ പ്രതികരിക്കാൻ ഇടയായി തീർന്നു. जब उसने अपने 2 भाइयों के पास गए थे, वहां पर एक दुर्घटना हुई, उसके बीच में उसने खड़ा हो गया. തുടർന്ന് അവൻ ഹല്ലേലൂയ സ്തോത്രം ഒരുവനെ കൊല്ലുന്ന നിമിത്തമായി ആ ദേശം വിട്ട്
ഫറവോന്റെ സന്നിധി വിട്ട് ഓടിപ്പോവുകയാണ്. उसके बाद उसमें से एक को उसने मार डाला, इसी की वजह से उसको वहां से भागना पड़ा. അദ്ദേഹം ഓടിപ്പോയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. വളരെ വിദൂരമായ ദേശത്ത് പോയി പാർക്കുകയാണ്. उसने वहां से भागकर एक दूरी जगह में जाकर वहां रहने लगे. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. തുടർന്ന് നാം കാണുന്നത് റെഗുവേൽ അല്ലെങ്കിൽ യിത്രോ എന്ന് പേരുള്ളതായ ഒരു പുരോഹിതന്റെ ഒരു മകളെ അദ്ദേഹം വിവാഹം കഴിക്കുമെന്ന് കാണുന്നുണ്ട്. और आगे कहता है इत्रो नाम का एक महायाजक था, उसका बेटी से शादी हुआ. ആമേൻ, ഹല്ലേലൂയ. ആ വിവാഹത്തിൽ അദ്ദേഹത്തിന് മക്കളുണ്ടായി. उस शादी के दौरान उसको बच्चे पैदा हो गए. അന്ന് അദ്ദേഹം തന്റെ അമ്മായിപ്പനായ യിത്രോവിന്റെ ആടുകളെ മേയ്ക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് അദ്ദേഹം തിരികെയാണ്. मूसा उसी समय अपना ससुर जी के भेड़ों को चलाने का काम करते थे. മരുഭൂമിയിൽ തന്റെ അമ്മായിപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. मरुस्थल में अपना ससुर जी को भेड़ों को पालते हुए चलाते हुए उस समय पर, ആ കാലഘട്ടം 40 സംവത്സരമായിരുന്നു. उस समय 40 साल था. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് 80 വയസ്സായി. उसका मतलब यह है उसका उम्र 80 हो गया. അവൻ 80 വയസ്സ് ആകാറായപ്പോൾ ദൈവം അവനെ സന്ദർശിക്കുകയാണ്. जब मूसा 80 साल का हो गया तब परमेश्वर उससे बातें कर रहा. ഇത് പറഞ്ഞിരിക്കുന്ന ഇതിന്റെ 30ാമത്തെ വാക്യത്തിലാണ്. നിങ്ങൾക്ക് വേണേ വായിക്കാം. 30वां आयत में देखने को मिलते हैं 30. 40 ആണ്ട് കഴിഞ്ഞപ്പോൾ 40 ആണ്ട് കഴിഞ്ഞപ്പോൾ സീനായി മലയുടെ മരുഭൂമിയിൽ ഒരു ദൈവദൂതൻ മുൾപടർപ്പിലെ അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. പ്രൈസ് ദി ലോർഡ്. 40 ആണ്ട് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ 40 സംവത്സരം നമ്മൾ കണ്ടു. पहला 40 साल हमने देखा है. ആദ്യത്തെ 40 സംവത്സരം അദ്ദേഹം മിസ്രൈമിലായിരുന്നു. पहला 40 साल उसने मिस्र में थे. അടുത്ത 40 സംവത്സരം അദ്ദേഹം മരുഭൂമിയിലായിരുന്നു. और अगले 40 साल उसने मरुभूमि में थे. ഈ 40 80 വയസ്സ് പൂർത്തീകരിക്കപ്പെട്ടു. तब उसका उम्र 80 साल हो गया. 80 വയസ്സ് പൂർത്തീകരിക്കപ്പെട്ട മനുഷ്യന്റെ മുമ്പിൽ ദൈവത്തിന്റെ ആമേൻ, സ്തോത്രം, ദർശനം ഉണ്ടാകുകയാണ്. 80 साल जब मूसा को हो गया है तब परमेश्वर उसके सामने प्रकट हो गया. നമ്മൾ ആദ്യം പറഞ്ഞ അദ്ദേഹത്തിന്റെ മുഴുവൻ ആയുഷ്കാലം എന്ന് പറയുന്നത് 120 സംവത്സരമായിരുന്നു. शुरुआत में हमने बोले थे उसका आयु 120 साल थे. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിന്റെ ആമേൻ, സ്തോത്രം, 2 ഭാഗവും അവസാനിച്ച ഒരു വ്യക്തി. उसके अगर ऐसा देखेगा तो उसका जिंदगी का 3 में से 2 भाग खत्म हो चुका है. ജീവിതത്തിന്റെ നല്ല പ്രായമൊക്കെ കഴിഞ്ഞുപോയ ഒരു വ്യക്തി. जिंदगी का अच्छा समय उनका जिंदगी से निकल चुके थे. നല്ല പ്രായത്തിൽ മരുഭൂമിയിൽ അഴന്നു നടന്ന ഒരു വ്യക്തി. अच्छे जवानी के समय में मरुस्थल में थे. ആമേൻ, ഹല്ലേലൂയ. ആരോഗ്യവും പ്രാപ്തിയുള്ളപ്പോഴൊക്കെയും ആമേൻ, സ്തോത്രം, ഒന്നും നേടാൻ കഴിയാത്ത ഒരു വ്യക്തി. जब उनको ताकत थे उस समय उसको कुछ नहीं कर पाया. എന്നാൽ ആ വ്യക്തിക്കും ദൈവം ഒരു സന്ദർഭം വെച്ചിട്ടുണ്ട്. लेकिन उसी के लिए भी परमेश्वर ने एक वक्त रखा है. ആ വ്യക്തിയും ദൈവം സന്ദർശിക്കുന്ന ഒരു സമയമുണ്ട്. उसका सामने भी परमेश्वर प्रकट होने का एक समय होते हैं. ഇന്ന് പകൽക്കാലം നിങ്ങൾ വിശുദ്ധ സഭായോഗത്തെ സംബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ आज इस कलीसिया में परमेश्वर के आराधना में आप शामिल होते वक्त ഒത്തിരി വാഗ്ദത്തങ്ങൾ കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ കേൾക്കുവാനും നിങ്ങളോട് ദൈവം തന്നെ സംസാരിക്കുവാനും പ്രവാചകന്മാരുടെ ആലോചന പറയുവാനും ഇടയാകുന്നുണ്ടെങ്കിൽ शायद पिछले हुए दिनों में कई सारे वायदा है भविष्यवक्ता के द्वारा आप शायद सुने होंगे, पाया होगा. ദൈവമേ, അതെല്ലാം കഴിഞ്ഞു പോയല്ലോ എന്നോർത്ത് ആരെങ്കിലും സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ शायद आप में से कोई ऐसे दुख में पड़ा होगा, वो समय सब बीत गया है. ദൈവത്തിന്റെ വചനം പറഞ്ഞത് അതൊന്നും കഴിഞ്ഞു പോയിട്ടില്ല കുഞ്ഞേ. लेकिन परमेश्वर का वचन कहता है ये कुछ बीत नहीं गया है. അവൻ അരുളി ചെയ്തൊക്കെ നിവൃത്തിയാക്കുവതൊക്കെ ശക്തനായ ദൈവമാകുന്നു. परमेश्वर सर्वशक्तिमान परमेश्वर है, ताकि वो जो बोला है, वादा किया है, वो जरूर पूरा करेगा. അവൻ നിനക്ക് മാത്രമേ പ്രായമായിട്ടുള്ളൂ, എന്നാൽ ദൈവം അനന്യനും. ഹല്ലേലൂയ, സ്തോത്രം. അവൻ ഹല്ലേലൂയ, അവൻ അനന്യനായ ദൈവമാണ്. ആദി ഉണ്ടാകുന്നതിന് മുമ്പേ അവൻ ദൈവമാണ്. सिर्फ आप ही उम्र होते जा रहा है, बुढ़ापे में हो रहा है, लेकिन परमेश्वर शुरू से है, वो हमेशा रहने वाला खुदा. കാലങ്ങൾക്ക് അതീതനായ പ്രായം കൂടാത്ത സർവശക്തനായ ദൈവം പറയുകയാണ്. सर्वशक्तिमान परमेश्वर जो समय से परे रहते हैं, वो इस प्रकार कहते हैं. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 12-25 വാക്യം വായിച്ചാട്ടെ. एसेकियेल भविष्यवक्ता की पुस्तक യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 12-25 വാക്യം. 12वां अध्याय उसका 25वां आयत देखेंगे. യഹോവയായ ഞാൻ പ്രസ്താവിക്കുവാൻ ഇച്ഛിക്കുന്ന വചനം പ്രസ്താവിക്കും, അത് താമസിക്കാതെ നിവൃത്തിയാകും. അതിന്റെ ബാക്കി 20 അടുത്ത നിങ്ങളുടെ കാലത്ത് തന്നെ നോക്കണം, നിങ്ങളുടെ കാലത്ത് തന്നെ ഞാനത് പ്രസ്താവിക്കുകയും നിവൃത്തിയാക്കുകയും ചെയ്യും. അടുത്തത് അരുളപ്പാട്. അടുത്തത് പറയേണ്ടത്
യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ വചനങ്ങളിൽ ഒന്നും ഇനി താമസിക്കത്തില്ല. ഞാൻ പ്രസ്താവിക്കുന്ന വചനം നിവൃത്തിയാകുമെന്ന് യഹോവയെ കർത്താവിന്റെ അരുളപ്പാട്. നിങ്ങൾ ശ്രദ്ധയോട് കേൾക്കണം. ദൈവജനം പറയുന്നു, എന്റെ വചനം ഒന്നും ഇനി താമസിക്കത്തില്ല. परमेश्वर के वचन इस प्रकार कहते हैं, एसेकिएल 12 का 28 का वचन है, इस प्रकार कहते हैं, मेरा वचन विलंब ना होगा. എന്റെ വചനം ഒന്നും താമസിക്കത്തില്ല. ഞാൻ പ്രസ്താവിക്കുന്ന വചനം ഞാൻ നിവൃത്തിയാക്കുന്ന ദൈവമാണ്. वचन के पूरा होने में फिर विलंब ना होगा, वरना जो वचन मैं कहूं जो पूरा निश्चय होगा. അവൻ അത് നിന്റെ മക്കളുടെ കാലഘട്ടത്തിലല്ല, നിന്റെ കാലഘട്ടത്തിൽ തന്നെ അത് നിവൃത്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. आपके बच्चे के समय में नहीं, बल्कि आपके दिनों में पूरा करने वाला परमेश्वर है. ദൈവം നിങ്ങളോട് വാഗ്ദത്തം ചെയ്ത സകല വാഗ്ദത്തങ്ങളും നിങ്ങളുടെ കാലഘട്ടത്തിൽ നിവൃത്തിയാക്കുവാൻ അവൻ മതിയായ ദൈവമാണ്. परमेश्वर ने जो वादा दिया है आपकी ही दिनों में पूरा करने के लिए वो काबिल है. ഹല്ലേലൂയ. വാത്സല്യ സഹോദരങ്ങളെ, അതിന് പ്രായം ദൈവത്തിന്റെ ഘടകമല്ല. मेरे प्रियो, आपका उम्र परमेश्वर के लिए कोई बड़ा मतलब नहीं है. നിങ്ങളുടെ സാഹചര്യം ദൈവത്തിന്റെ ഘടകമല്ല. आपका परिस्थितियां परमेश्वर नहीं देखते हैं. ദൈവം നിങ്ങളെ ഉപയോഗിക്കുന്നതിന് പരിമിതികളില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ഇടയാകണം. परमेश्वर आपको इस्तेमाल करने के लिए कोई कमी नहीं होते हैं. അവൻ 80 വയസ്സായപ്പോൾ അവൻ സ്തോത്രം ഹോരേബ്, ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിൽ വെച്ച് ദൈവം അവനെ സന്ദർശിക്കുകയാണ്. जब मूसा को 80 साल हो गया है, होरेब की पहाड़ में परमेश्वर के सामने प्रकट हो गया. ദൈവത്തിന്റെ പർവ്വതമെന്നും ഹോരേബെന്നും പറഞ്ഞിരിക്കുന്ന ഈ പർവ്വതത്തെ കുറിച്ചാണ് അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 7-ാം അധ്യായം 30-ാമത്തെ വാക്യം പറഞ്ഞിരിക്കുന്നത്. അത് സിയോൻ പർവ്വതമാണ് പറഞ്ഞിരിക്കുന്നത്. परमेश्वर के पहाड़ यानी कि होरेब, उस पहाड़ के बारे में प्रेरितों के काम 7वां अध्याय में कहते हैं वो सियोन है. ഹല്ലേലൂയ. അവരും 80-ാമത്തെ വയസ്സിൽ ഒരു സന്ദർശനം ഉണ്ടായി. मूसा को 80 साल में परमेश्वर प्रकट हो गया. ആ സന്ദർശനത്തിന് മുമ്പിൽ അവരുടെ നിയോഗം വെളിപ്പെടുകയാണ്. जब परमेश्वर उसका सामने प्रकट हो गया, उसका वादा उसका ऊपर प्रकट हो रहा. സന്ദർശനം അവന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ തുടങ്ങി. तब उसका जिंदगी बदलने लगे. നിങ്ങൾ ഏത് പ്രായത്തിലായാലും ദൈവം നിങ്ങളെ സന്ദർശിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങിയ. आपका उम्र कुछ भी क्यों ना हो, अगर परमेश्वर आपके सामने प्रकट होगा, आपका जिंदगी बदल जाएगा. ജീവിതത്തിന് ഒരു ടേണിംഗ് ഉണ്ടാകാൻ പോകുകയാണ്. आपका जिंदगी बदलने जा रहा है. നിങ്ങൾ ആഗ്രഹിക്കുന്നു ദൈവം നിങ്ങളെ സന്ദർശിക്കണമെന്ന്? क्या आप चाहते हो परमेश्वर आपके सामने प्रकट होना है? ദൈവം നിങ്ങളെ സന്ദർശിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ വാസ്തവമായി നിങ്ങളുടെ കാര്യം മനസ്സിലാക്കണം. अगर आप चाहते हैं कि परमेश्वर मेरा सामने प्रकट होना है, तो आप एक बात जानिए, ഒരു നല്ല ഹൃദയം നമ്മിൽ ഉണ്ടാകട്ടെ. एक अच्छा दिल आपका अंदर होना चाहिए. അവൻ നമുക്കൊരു താല്പര്യം ഉണ്ടാകട്ടെ. ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ, ദൈവമേ ഞാൻ എന്നെ സമർപ്പിക്കുന്ന തീരുമാനം ഉണ്ടാകട്ടെ. परमेश्वर के लिए समर्पित होने के लिए एक इच्छा चाहत होना चाहिए. അവൻ ഇവിടെ 80-ാമത്തെ വയസ്സിൽ ഈ മനുഷ്യനെ ദൈവം സന്ദർശിക്കുകയാണ്. यहाँ जब उसको 80 साल हो गया, परमेश्वर का सामने प्रकट हो रहा എന്റെ है. ജനത്തെ പുറപ്പെടുവിക്കാൻ ഞാൻ നിന്നെ വിളിക്കുകയാണ്. मेरे लोगों को छुड़ाने के लिए मैं तुमको बुलाया है. ഓടിപ്പോയ ഫറവോന്റെ മുമ്പിലേക്ക് നീ മടങ്ങി പോണം. जहां से तूने भाग के गया वहां तू वापस चले जाना. അവിടെ നിന്ന് എന്റെ ജനത്തെ നീ പുറപ്പെടുവിച്ചുകൊണ്ട് വരണം. उधरी से मेरे लोगों को तू निकाल के लाना. ഈ ദൂത് കേട്ട സമയത്ത് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവൻ ആകപ്പാടെ അവൻ ആശങ്കപ്പെട്ടു. इस वाणी को सुनते समय वो बड़ा घबरा गए. അവനറിയാം ഒരിക്കൽ അവനെ നിന്നെ ഞങ്ങൾക്ക് ന്യായാധിപതി കർത്താവുമാക്കിയത് ആരെന്ന് ചോദിച്ച് അവനെ തള്ളിക്കളഞ്ഞ ജനത്തിലേക്ക് അവനെ അയക്കാൻ പോകുന്നത്. उसको मालूम है एक बार उसको छोड़ने वाला, त्यागने वाला लोगों के पास ही उनको वापस भेज रहा है. ചെറിയ സഹോദരങ്ങളെ, നിങ്ങളെ നിന്ദിച്ചവരുടെ മുമ്പിലേക്ക് ദൈവം നിയോഗം നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങളെ നിന്ദിച്ചവരുടെ മുമ്പിൽ നിങ്ങളെ മാനിക്കുന്നതൊക്കെ ദൈവം മതിയായവൻ. मेरे प्रियो, जब परमेश्वर के ताप आपका ऊपर आएगा, तो आपको निंदा करने वाले लोगों के सामने आपका सम्मान देने वाले के परमेश्वर है. ഈ പ്രവൃത്തിയുടെ പുസ്തകം 7-ാം അധ്യായം 35-ാമത്തെ വാക്യം എടുത്ത് 7-ാം അധ്യായം 35-ാമത്തെ വാക്യം വായിച്ചേ. प्रेरितों के काम 7 का 35 देखें. നിന്നെ അധികാരിയും ന്യായകർത്താവാക്കിയത് ആർ എന്നിങ്ങനെ അവർ തള്ളിപ്പറഞ്ഞവനെ ആരെ ഇപ്പൊ ആക്കിയത്? മനുഷ്യൻ തള്ളിക്കളഞ്ഞ, മനുഷ്യൻ നിന്ദിച്ച, മനുഷ്യൻ ഹല്ലേലൂയ സ്തോത്രം അവൻ റിജക്ട് ചെയ്ത ഈ മനുഷ്യനായ അവൻ മോശയെ ദൈവം വേദപുസ്തകം പറഞ്ഞു, മനുഷ്യരല്ല അധികാരി ന്യായാർത്ഥമാക്കിയത് സർവശക്തനായ യഹോവയാകുന്നു. देखिएगा, लोगों ने छोड़ने वाला, लोगों ने भूलने वाला, लोगों ने निंदा करने वाला उस मूसा को कोई इंसान नहीं, बल्कि परमेश्वर ने खुद उसको अधिकारी बना दिया. നിങ്ങളെ ആരെല്ലാം തള്ളിക്കളഞ്ഞാലും, ആരൊക്കെ നിങ്ങളെ അപഹസിച്ചാലും, ആരൊക്കെ നിങ്ങളെ നിന്ദിച്ചാലും
പരിഹസിച്ചാലും നിങ്ങൾ സങ്കടപ്പെട്ടു പോകരുതേ. कोई भी आपको छोड़ दे, कोई भी आपको त्याग दे, कोई भी आपका निंदा करे, आप हाल नाराज मत हो जाइए. നിങ്ങളുടെ ദർശനത്തിന് ഭംഗം സംഭവിക്കരുത്. आपका दर्शन कभी भी हालेलुया कम नहीं होना है. അവൻ നിങ്ങളുടെ വാഗ്ദത്തം ഉറപ്പിക്കാൻ പോകുകയാ. आपका वादा को पूरा करने जा रहा നിങ്ങൾ है. നിന്ദിച്ചവരുടെ മുമ്പിൽ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. आपका निर्णय करने वालों के सामने आपको सम्मान देने वाला परमेश्वर है. മനുഷ്യനല്ല അതിനെ മാനിക്കാൻ പോകുന്നത്. इंसान नहीं. 35-ാമത്തെ വാക്യം പറയുന്നു, യഹോവ അവനെ ന്യായകർത്താവും അധികാരിയുമാക്കി മാനിച്ചതാ പറഞ്ഞിരിക്കുന്നത്. 35वां आयत इस प्रकार कहते हैं, यहोवा खुद उसको अधिकारी ठहराया. ഇന്ന് പകൽക്കാലം നിന്നെ അയക്കുന്നത് അധികാരി ന്യായകർത്താവുമാക്കിയാ. आज आपको हालेलुया हकीम और न्यायी बनाकर आपको भेजने जा रहा है. എന്ന് വെച്ചാൽ നിന്റെ മേൽ പകരപ്പെടുന്ന ഒരു അധികാരമുണ്ട്. इसका मतलब यह है आपका ऊपर देने वाला एक अधिकार है. ഈ 6 ലക്ഷം കാലാളിനെയും അതിലൊത്ത സ്ത്രീജനങ്ങളെയും അതിലൊത്ത കുഞ്ഞുങ്ങളെയും ഒക്കെ നടത്തുവാൻ ആവശ്യമായ ഒരു അധികാരത്തിന്റെ അഭിഷേകം ഇവന് മേൽ പകർന്നു കൊടുക്കുക. 6 लाख लोगों को चलाने का एक अधिकार, खास अधिकार उसका ऊपर देने जा रहा है. ഹല്ലേലൂയ. ദൈവവുമായി അവൻ ഒരു എൻകൗണ്ടർ ഉണ്ടായ സമയത്ത് ദൈവം അവനെ അധികാരത്തിന്റെ അനോയിന്റ്മെന്റ് അവനിലേക്ക് പകർന്നു കൊടുക്കുക. जब परमेश्वर के साथ उसका आमना सामना हुआ, तब एक विशेष अधिकार परमेश्वर ने उसका ऊपर दे दिया. അവൻ ദൈവവുമായി ഒരു ഹല്ലേലൂയ എൻകൗണ്ടർ ഉണ്ടായി. എവിടെ വെച്ചാൽ അറിയാമോ? അവൻ മരുഭൂമിയിൽ വെച്ചായിരുന്നു. आपको मालूम है कहां से परमेश्वर के सामने उसका आमना सामना हुआ? जब वो मरुस्थल में थे. മരുഭൂമി വേദനയുടെ സങ്കടത്തിന്റെയും കണ്ണുനീരിന്റെയും ഒറ്റപ്പെടലിന്റെ അനുഭവങ്ങളാ. मरुस्थल अकेलापन का, वेदना के हालेलुया एक जगह होते हैं. അങ്ങനെയാണെങ്കിൽ ഇന്ന് കഷ്ടതകളും പ്രയാസങ്ങളും സങ്കടങ്ങളും അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവവുമായി ഒരു എൻകൗണ്ടറിന് വേണ്ടി നീ ഒരുങ്ങിക്കാട്ടെ. ऐसा है तो आज वेदना में, कष्ट में होकर गुजरने वाले मेरे प्रियो, परमेश्वर के आमना सामने के समय के लिए आप तैयार हो जाइए. ദൈവം നിന്നെ സന്ദർശിക്കുന്നത് വെറുതെ അല്ല. ദൈവത്തിന് നിന്നെ കുറിച്ച് ഒരു പർപ്പസ് ഉണ്ട്, ഒരു പ്ലാൻ ഉണ്ട്. ആ പദ്ധതിയിലേക്ക് നിന്നെ കൊണ്ടുവരാൻ പോകുകയാണ്. परमेश्वर ऐसा ही आपके सामने प्रकट नहीं होगा, बल्कि आपके लिए एक वादा है. उस वादा में लेकर आने के लिए आपके सामने प्रकट होगा. 7-ാം അധ്യായം 35-ാമത്തെ വാക്യം പറയുന്നു, എനിക്ക് നിന്നെ കുറിച്ച് പ്ലാൻ ഉണ്ട്. നിന്നെ ഞാൻ അധികാരിയാക്കി, നിന്നെ ഞാൻ ന്യായകർത്താവാക്കി മാറ്റാൻ പോകുകയാ പറഞ്ഞിരിക്കുന്നത്. 7 का 35वां आयत में इस प्रकार कहते हैं, मेरा तेरा बारे में एक योजना है, तुमको मैं हकीम और न्यायी बनाऊंगा. ഈ കൈമാറ്റം എവിടെ വെച്ച് നടന്നു അറിയാമോ? മരുഭൂമിയിൽ വെച്ച് നടന്നു. ये अधिकार उसको कहां मिला मालूम है? जब वो मरुस्थल में थे तब हुआ. നിങ്ങളുടെ മരുഭൂമിയിൽ ചില കൈമാറ്റങ്ങൾ ദൈവം നടത്താൻ പോകുകയാണ്. ऐसा है तो जब आप मरुस्थल की अवस्था में हो तो परमेश्वर कुछ देने जा रहा है. കഷ്ടതയുടെ മരുഭൂമിയിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർ ക്ഷീണിച്ചു പോകരുത്. वो कष्टदा के जब मरुस्थल में होकर आप गुजरते समय आप कमजोर मत हो जाइए. മരുഭൂമിയുടെ അനുഭവത്തിൽ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്ന ഒരു ദൈവമുണ്ട്. उस मरुस्थल की अवस्था में आपके लिए प्रकट होने वाला एक परमेश्वर है. എന്നാൽ ആ മരുഭൂമിയിൽ ദൈവം ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്, നാം വിശുദ്ധരായിരിക്കണമെന്ന്. लेकिन उस मरुभूमि की अवस्था में परमेश्वर हमसे एक बात चाहते हैं, हम पवित्र बनना. പുറപ്പാട് പുസ്തകം ഹല്ലേലൂയ നമുക്കൊന്ന് വായിക്കാം. 3-ാം അധ്യായത്തിൽ ഒരു ഭാഗം ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് വന്നാണ്. निर्गमन की पुस्तक 3 आयत में आइए. 3 अध्याय. ദൈവം മരുഭൂമിയിൽ അവന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ जब परमेश्वर मरुस्थल में उसके सामने प्रकट हो गया था. 5-ാമത്തെ വാക്യം ദയവായി വായിക്കട്ടെ. 5वां आयत 3 के 5 पढ़िएगा. കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു കളയുക എന്ന് പറഞ്ഞു. उसने कहा, इधर पास मत आ और अपने पांवों से जूतियों को उतार दे, क्योंकि जिस तल पर तू खड़ा है वो पवित्र भूमि है. ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നിടത്ത് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി വേണമെന്നാണ് അതിന്റെ അർത്ഥം. इसका मतलब ये होता है परमेश्वर के जहां प्रकट होते हैं वहां हमारे जिंदगी में पवित्रताई होना जरूरी है. നിങ്ങൾ യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം 15-ാം വാക്യം ഒന്ന് വായിച്ചേ. यहोशू के पुस्तक 5 अध्याय 15वां आयत भी पढ़ेंगे. यहोशू 5 का 15. നോക്കണം, ഈ 2 ഭാഗങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്ന വിശുദ്ധ ഭൂമിയിൽ അശുദ്ധിയുടെ തല നമ്മിൽ ഉണ്ടാകരുതെന്നാകുന്നു. ये दोनों भाग में परमेश्वर के वचन हमें ये दिखाते हैं, जहां परमेश्वर प्रकट होते हैं वहां हमारे जिंदगी में पाप नहीं होना है. ഇന്ന് വചനം കേൾക്കുന്ന, വചനം പഠിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ദയവായി നിങ്ങൾ ശ്രദ്ധയോട് കേൾക്കണം. നിങ്ങൾ ആലയത്തിൽ കടന്നു പോകുമ്പോൾ ആലയം ദൈവ സാന്നിധ്യത്താൽ നിറയപ്പെടുകയാണ്. आज वचन सीखने वाले, सुनने वाले मेरे प्रियो, आप ध्यान से सुनिएगा. जब आप कलीसिया में जाते हैं तो वहां पर परमेश्वर की उपस्थिति उतर आता है. അവിടെ ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്നതുകൊണ്ട് തന്നെ അത് വിശുദ്ധമാണ്. वहां पर परमेश्वर की उपस्थिति है, इसलिए वो जगह पवित्र जगह कहा जाता है. ഇവിടെ പുറപ്പാട് പുസ്തകവും യോശുവയുടെ പുസ്തകവും ആവർത്തിച്ച് പറഞ്ഞ ഒരു വസ്തുതയാണ്, നിന്റെ കാലിന്റെ ചെരുപ്പം കഴിച്ചു കളയാൻ പറഞ്ഞു.
नवंबर निर्गमन की पुस्तक और यहोशू की पुस्तक दोनों भाग में ये कहते हैं आपके जूती पांव से उतार डाल। അവൻ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ആലയത്തിൽ കടന്നു വരുമ്പോൾ നിങ്ങൾ ചെരുപ്പിട്ടുകൊണ്ട് ഒരിക്കലും കയറരുത്. मेरे प्रियो, इस आलय में जब कभी भी आएगा तब जूते पहनकर अंदर मत आइए। നിങ്ങളുടെ ചെരുപ്പ് ഈ ആലയത്തിൽ നിന്നല്ല, ഏത് ആലയത്തിൽ ചെന്നാലും നിങ്ങളുടെ ചെരുപ്പ് ഊരി വെച്ചിട്ട് മാത്രമേ നല്ല ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. खाली इस कलीसिया में नहीं, कहीं भी चले जाओगे तो जूते बाहर उतर कर आना है। ഹല്ലേലൂയ. വചനം പറയുന്ന എല്ലാ നല്ല ശീലങ്ങളും നമുക്ക് ആവശ്യമാണ്. वचन सिखाने वाले अच्छी अच्छी बातों को मानना है। ഹല്ലേലൂയ. हैं ആക്ഷരികമായ വിശുദ്ധിയും നമുക്ക് വേണം, ആത്മീയ വിശുദ്ധിയും നമുക്ക് ആവശ്യമാണ്. दोनों तरफ से पवित्रता ही हमारे जिंदगी में होना जरूरी है। ഹല്ലേലൂയ. അത് മനസ്സിലാക്കാനിടയാകട്ടെ. നമ്മളിപ്പോൾ മൊബൈൽ ഫോൺ കൊണ്ടുവരും, ഇവിടെ വെച്ച് നമ്മൾ റിംഗ് ടൂൺ കേൾക്കും, ഇവിടെ വെച്ച് നമ്മൾ മൊബൈലിൽ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കും. ഇതെല്ലാം ഇവിടെ വെച്ച് നടക്കുക. हम मोबाइल फोन लेकर आते हैं, इधर से रिंग टोन देखते हैं, सुनते हैं, मैसेज भेजते हैं, सब इधर होते रहते हैं। ആലയം വിശുദ്ധമാണ് ഒരു കൺസെപ്റ്റ് നമുക്ക് ഉണ്ടാകട്ടെ. आप ध्यान दीजिए, आलय पवित्र है। നിങ്ങൾ എത്ര തിരക്കുള്ള മനുഷ്യരായാലും സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ മുമ്പാകെ നിങ്ങൾ ഇരിക്കുന്നത്. आप कितना भी बिजी हो सकते हैं, लेकिन आप परमेश्वर के सामने बैठे हैं। അവന് സ്തോത്രം നിനക്കൊരു കൈമാറ്റം നൽകുവാൻ ആഗ്രഹിക്കുന്നിടത്തേക്ക് നീ വന്നിരിക്കുന്നത് മനസ്സിലാക്കണം. आपने उस जगह पर आया है, परमेश्वर ने कुछ आपको देने के लिए तैयार हो रहा है। അവൻ ഈ മരുഭൂമിയിൽ അവന് വേണ്ടി വെളിപ്പെട്ട ദൈവസാന്നിധ്യം അവന് ഒരു കൈമാറ്റത്തിന്റെ അധികാരത്തിന്റെ കൈമാറ്റത്തിന്റെ സമയമായി അവനെ ഓർപ്പിക്കുക. इस मरुस्थल में उसके लिए प्रकट होने वाला परमेश्वर का हाल ताकत, कुछ अभिषेक उसको देने के लिए ही समय हो गया दिखाते हैं। അതുകൊണ്ട് ദൈവം അവനോട് പറഞ്ഞത് നീ സ്തോത്രം വിശുദ്ധനായിരിക്കാനാ പറഞ്ഞത്. इसलिए परमेश्वर से कहा तू पवित्र बनो। ഇന്ന് പകൽക്കാലം വിശുദ്ധിയുടെ തലങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങി വരാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയാകട്ടെ. आज पवित्रताई की ओर अपना जिंदगी को तैयार करे। അങ്ങനെയാണെങ്കിൽ നിശ്ചയമായും സ്തോത്രം ഒരു കൈമാറ്റം ഇവിടെ സംഭവിക്കും. ऐसा है तो एक हालेलुया अभिषेक के अधिकार की हालेलुया लेन देन जरूर होगा। പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു കൈമാറ്റം സംഭവിക്കുന്നതിന് മുമ്പ് അവൻ പറയാണ് ഞാൻ എന്തുള്ളൂ എന്നാ ചോദിച്ചത്. कुछ लेन देन होने से पहले मूसा कहते हैं मैं हूं कौन। വായിച്ച വാക്യത്തിന്റെ കുറിവാക്യത്തിന്റെ ബാക്കി ഭാഗം ഒന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകമാണ് നമ്മൾ വായിച്ചത്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 12-ാമത്തെ വാക്യം. निर्गमन 3:11-12। മോശ അതിന് അവൻ ഞാൻ എന്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അതിന് ദൈവം എന്തോ പറഞ്ഞത്? ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. मूसा परमेश्वर से पूछते हैं मैं कौन हूं, तब परमेश्वर ने उसको जवाब दे रहा है निश्चय मैं तेरे संग रहूंगा। 12 आयत। ഹല്ലേലൂയ. വായിച്ചാട്ടെ. അതിന് അവൻ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ എന്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ദൈവം പറയുക ഞാനാ നിന്നോട് കൂടി ഇരിക്കാൻ പോകുന്നത്. मूसा ने परमेश्वर से पूछा है मैं हूं कौन, तो परमेश्वर कहता है मैं निश्चय तेरे संग रहूंगा। ജീവിതത്തിന്റെ 3/2 ഭാഗം നഷ്ടപ്പെട്ടു പോയൊരു മനുഷ്യൻ പറയുക പ്രൈസ് ദി ലോർഡ് ഇനി ഞാൻ എന്തുള്ളൂ. जिंदगी के 3 के 2 हिस्से खत्म होने वाला इंसान परमेश्वर से पूछते हैं अब मैं क्या बचा हूं। ദൈവം പറയുക ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. तब परमेश्वर को जवाब दे रहा है मैं तेरे संग निश्चय रहूंगा। ഹല്ലേലൂയ. തുടർന്ന് ദൈവം തമ്മിൽ സംഭാഷിക്കുമ്പോൾ ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഫറവോനോട് ചോദിക്കും നിന്റെ ദൈവം ആരെന്ന് ചോദിക്കും. और उनके बीच में बात होते समय मूसा ने फिर से परमेश्वर से कहते हैं वो फिरो जरूर पूछेगा कि तेरा परमेश्वर कौन है। അപ്പോൾ ഞാൻ നിന്റെ പേരെന്താ പറയേണ്ടത്? तो मैं तेरा नाम क्या बोलूं। അവൻ യഹോവയ ദൈവം അവനോട് അതിനും ആൻസർ ചെയ്യുക. यहोवा परमेश्वर उसके लिए भी उसको जवाब दे रहा है ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു. मैं हूं मैं। ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു എന്നുള്ളവൻ നിന്നെ അയച്ചെന്ന് പറയണമെന്ന് പറഞ്ഞു. परमेश्वर ने उसको कहा उसको बोलना कि मैं हूं बोलने वाला परमेश्वर ने मुझे भेजा है। എന്ന് വെച്ചാൽ സ്തോത്രം ഹല്ലേലൂയ അവന് കഴിയാത്തതായി യാതൊന്നുമില്ല. उसका मतलब यह है हमारा परमेश्वर के लिए कुछ भी बात असंभव नहीं है। അത് ഞാൻ എന്തുള്ളൂ എന്ന് ചോദിച്ചവനോട് പറയാ ഞാനാ നിന്നോട് കൂടെ ഇരിക്കുന്നത്. मैं कौन हूं पूछने वालों को परमेश्वर कहता है मैं तेरे संग रहूंगा। ജീവിത പ്രതിസന്ധികളെ നോക്കിക്കൊണ്ടിരുന്ന സങ്കടത്തോടിരിക്കുന്ന പ്രിയ സഹോദര ദൈവം നിന്നോട് കൂടെ ഇരിക്കുന്നവനാ. जिंदगी की परेशानियों को देखकर दुख के साथ बैठने वाले मेरे भाइयों परमेश्वर आपके साथ रहने वाला है। നിന്നെ ന്യായകർത്താവും അധികാരിയുമാക്കി മാനിക്കുവാൻ ദൈവം നിന്നോട് കൂടെ ഇരിക്കും. आपको हकीम और न्यायी बनाकर आपके साथ रहने वाला परमेश्वर आपके साथ है। ഞാൻ ഒരു കാര്യം കൂടെ വായിക്കട്ടെ. ജീവിതത്തിൽ നഷ്ടം സംഭവിച്ചു പോയ ശൂന്യം സംഭവിച്ചു പോയ മനുഷ്യനെ കുറിച്ചും വേദപുസ്തകം കാണുന്നുണ്ട്. और वजह में एक और व्यक्ति के बारे में देखने को मिलता है अपना जिंदगी में सब कुछ खो दिया था। ഹല്ലേലൂയ. സ്തോത്രം. 1 ശമൂവേലിന്റെ പുസ്തകം 9-ാം അധ്യായം 7-ാമത്തെ വാക്യം. पहला शमूएल की पुस्तक 9वां अध्याय उसका 7वां वचन। ജീവിതത്തിൽ നഷ്ടം സംഭവിച്ചു പോയ ഒരു മനുഷ്യൻ അവിടെ ഹല്ലേലൂയ ഈ വാക്യത്തോടെ പറയുന്നത് നിങ്ങൾ ദയവായി ശ്രദ്ധിക്കണം. ये ध्यान से देखिएगा अपना जिंदगी में सब कुछ जो खो दिया था।
തീർന്നുപോയി, ഒരു സമ്മാനവും ഒന്നുമില്ല. നോക്കണം, ഇവിടെ പറയണം നമുക്ക് എന്തുള്ളൂ. यहाँ पर पूछते हैं हमारे पास क्या है. ജീവിതത്തിൽ ശൂന്യത വന്നുപോയ മനുഷ്യൻ ഹല്ലേലൂയ സ്തോത്രം ഇങ്ങനെ പറയാ, നമുക്ക് എന്തുള്ളൂ, ഒരു സമ്മാനം കൊടുക്കുവാൻ, ഒന്നും കൊടുക്കുവാൻ നമുക്കൊന്നുമില്ല. अपने जिंदगी में शून्य की अवस्था आने वाला उस व्यक्ति ने बोल रहा है, उसको देने के लिए हमारे पास कुछ नहीं है. क्या है हमारे पास? ദൈവം ആദരിച്ച ഒരു ദൈവദാസനെ കാണാൻ വേണ്ടി കടന്നു പോവുകയാണ്. परमेश्वर ने आदर किया हुआ उसका भक्त को देखने के लिए लोग जा रहा है. ആ ദൈവഭക്തനെ കാണാൻ പോകുമ്പോൾ ഒരു ഹല്ലേലൂയ ഒരു നന്മ കൊടുക്കാൻ പോലും ഒരു 10 രൂപ പോലും ഇല്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. परमेश्वर के दास को मिलने के लिए जब जा रहा है तो उनको देने के लिए उनके पास खाली 10 रियाल तक उनके पास नहीं है. ഞാൻ എന്തുള്ളൂ എന്ന് പറഞ്ഞ് കടന്നുപോയ ഈ മനുഷ്യനെ मैं क्या है, मेरे पास क्या है बोलकर बोलने वाला उस व्यक्ति को എന്റെ ദൈവം ആദരിക്കാൻ ഇടയായി തീർന്നു. परमेश्वर ने आदर किया, सम्मान किया. ആമേൻ സ്തോത്രം. നഷ്ടപ്പെട്ടു പോയതിനെ മടക്കി കൊടുത്തു. उसको जो खो दिया था उसको मैंने परमेश्वर ने वापस दे दिया. അവനെ ഇസ്രായേലിന്റെ പ്രഭുവാക്കി തീർത്തു. उसको इस्राएल के प्रभु बना दिया. ആമേൻ ഹല്ലേലൂയ. അവന്റെ മേലുള്ള നിയോഗത്തെ ദൈവം ഉറപ്പിച്ചു കൊടുത്തു. उसका ऊपर जो वादा था उसको परमेश्वर ने स्पष्ट बना दिया. നിങ്ങൾ ശൂന്യതയിൽ ഇന്ന് സങ്കടപ്പെടുന്ന വ്യക്തിയാണോ? क्या आप शून्य अवस्था को देख करके दुख में, नाराज में होने वाला व्यक्ति हो? ദൈവമേ കൊടുക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, എന്നാൽ ഒന്നും കൊടുക്കാൻ എന്റെ കയ്യിലില്ലോ എന്നോർത്ത് ഭാരപ്പെടുന്ന വ്യക്തിയാണോ? आपका अंदर ऐसा दुख है, वो देने के लिए मैं तैयार हूं लेकिन मेरे पास कुछ नहीं. നിങ്ങൾ ഒന്നും കൊടുക്കണ്ട. നിങ്ങൾ ഭക്തനായി ആമേൻ സ്തോത്രം ഈ ശൗൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ദൈവഭക്തനായ ദൈവത്തിന്റെ പ്രവാചകന്റെ അരികിലേക്ക് പോകാൻ ഇടയായതുപോലെ आप कुछ भी नहीं देना है. जिस प्रकार शाऊल ने परमेश्वर की महायाजक के पास चले गए थे, നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലാൻ ഇടയാകുന്നെങ്കിൽ ऐसे ही आप अगर परमेश्वर के चरणों में जाते हैं तो ദൈവം നിങ്ങളുടെ ചരിത്രം മാറ്റി എഴുതാൻ പോകുകയാണ്. परमेश्वर आपका इतिहास को बदलने जा रहा है. ദൈവത്തിന് നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി അവിടെ അറിയിക്കാൻ പോകുകയാണ്. परमेश्वर आपके बारे में योजना आपको बताने जा रहा है. ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ അവനെ രാജസ്ഥാനത്തെ കൊണ്ടുവരിക. परमेश्वर उसको राजा बना दिया. അവന്റെ വായിലൂടെ തന്നെ അവൻ പറയുക, ഞാൻ ഹല്ലേലൂയ ബെന്യാമിൻ ഗോത്രത്തിൽ ഏറ്റവും ചെറിയ ബെന്യാമിൻ ഗോത്രത്തിൽപ്പെട്ടവനാ. उसने कुल अपने खुद मुंह से बोल रहा है, कुलों में से सबसे छोटा बेन्यामीन कुल से हूं मैं. ബെന്യാമിൻ ഗോത്രങ്ങളിൽ തന്നെ ഏറ്റവും ചെറിയൊരു കുടുംബത്തിൽപ്പെട്ട വ്യക്തിയാണ് ഞാൻ. बेन्यामीन कुल में ही सबसे छोटा एक परिवार से हूं मैं. കുഞ്ഞ നീ ഏത് ആമേൻ സ്തോത്രം ഏത് നിലവാരമില്ലാത്തൊരു വ്യക്തിയാണെങ്കിലും आपके परिस्थिति कुछ भी क्या ना हो, ഇന്ന് നിന്റെ ജീവിതത്തിന്റെ സ്ഥിതി മാറ്റുന്ന ഒരു ദൈവമുണ്ട്. आपकी जिंदगी बदलने वाले एक परमेश्वर ഞാൻ है. എന്തുള്ളൂ എന്ന് ചോദിച്ചു നിൽക്കാതെ मैं हूं कौन करके पूछने वालों के सामने ദൈവത്തിന്റെ നിയോഗം ആമേൻ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ, अगर आप परमेश्वर की वादा को अपनाने के लिए तैयार है तो, ദൈവത്തിന്റെ നിയോഗത്തിനനുസരിച്ച് സ്റ്റെപ്പ് വെക്കാൻ തയ്യാറാണെങ്കിൽ, परमेश्वर की इच्छा के अनुसार अगर आप आगे कदम रखने के लिए तैयार है तो, ജീവിതത്തിന്റെ 2/3 ഭാഗം കഴിഞ്ഞു പോയാലും आपके जिंदगी के अधिक समय अगर बीत गया होगा, ജീവിതത്തിൽ മുഴുവൻ നഷ്ടങ്ങൾ മാത്രം വന്നാലും आपकी जिंदगी में शायद सब कुछ नष्ट ही हुआ होगा, ദൈവം നിന്നെ ആദരിക്കും. लेकिन परमेश्वर आपको आदर करेगा. ദൈവം പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന്. परमेश्वर कहता है मैं निश्चय तेरा संग हूं. നിന്നെ നിന്ദിച്ചോടെ മുമ്പിൽ ഞാൻ ന്യായകർത്താവ് അധികാരിയൊക്കെ മടക്കി അയക്കുമെന്നാ പറഞ്ഞത്. आपको निंदा करने वालों के सामने मैं आपको हाकिम और न्यायी बनाकर वापस भेजूंगा. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതം ബുദ്ധിമുട്ടുകളുടെ മുമ്പിൽ കർത്താവേ ഇത് എന്തുള്ളൂ എന്ന് ചോദിക്കുന്ന ഒരു അനുഭവം നിങ്ങൾക്കുണ്ടോ? शायद आपकी जिंदगी आज परेशानियों के बीच में परमेश्वर है क्या है करके पूछने वाला एक अवस्था है क्या? സാലറി ലഭിക്കുന്നതിന് പിറ്റേ ദിവസം തന്നെ മുഴുവൻ സാലറി കയ്യിൽ നിന്ന് തീർന്നു പോയത്തൊക്കെ വണ്ണം ചെലവ് നിങ്ങൾക്ക് ധാരാളമുണ്ടോ? शायद सैलरी मिलने के दूसरे दिन इस पूरा ही पैसा आपके हाथ से निकल गया होगा. അടുത്ത സാലറി ലഭിക്കുന്നവരെ ദൈവമേ ഞാൻ എങ്ങനെ ജീവിക്കും, ഇത് എന്തുള്ളൂ എന്ന് ചോദിക്കുന്ന ഒരു അനുഭവമുണ്ടോ? अगर सैलरी मिलने तक मैं कैसे मेरी जिंदगी बिताऊं करके पूछने का अवस्था है क्या? ഒരിക്കൽ ഒരു ബാലകന്റെ കയ്യിൽ 5 അപ്പവും ഹല്ലേലൂയ 2 മീനും ഉണ്ടായിരുന്നു. एक बार एक बालक के हाथ में 5 रोटी और 2 मछली थे. അത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഫിലിപ്പോസ് പറയുകയാണ്, പ്രൈസ് ലോർഡ്, ഇത് എന്തുള്ളൂ? वो लेकर फिलिपोस ने आया, पूछ रहा है ये क्या है? അവൻ ഇത് എന്തുള്ളൂ എന്ന് ഫിലിപ്പോസ് ചോദിച്ചെങ്കിൽ, फिलिपोस ऐसे पूछा है तो അവൻ ഇന്ന് ഞാനും നിങ്ങളും പലപ്പോഴും ഇത് വാങ്ങിച്ചിട്ട് നമ്മൾ ചോദിക്കുക, കർത്താവേ ഇതെന്തുള്ളൂ? आजकल हम भी ऐसे करते हैं, लेकर पूछते हैं हे परमेश्वर एक कुछ भी नहीं. എന്നാൽ വാങ്ങിച്ചുകൊണ്ട് വന്നതിനെ അവൻ ഹല്ലേലൂയ കർത്താവായ യേശുവിന്റെ കരങ്ങളിലേക്ക് കൊടുത്തു. लेकिन जो लेके आया था उसने प्रभु यीशु मसीह का हाथ में जब दिया, യേശു സ്വർഗ്ഗത്തിലേക്ക് നോക്കി അതിനെ അനുഗ്രഹിച്ചു. यीशु स्वर्ग की ओर देखकर उसको आशीष दिया, എന്നിട്ട് അത് വിളമ്പാൻ വേണ്ടി കൊടുത്തു. वो बांटने के लिए दिया. അവൻ ഇത് എന്തുള്ളൂ എന്ന് ചോദിച്ചത് ये क्या है करके पूछने का वक्त में ആ ഹല്ലേലൂയ എണ്ണപ്പെട്ട അപ്പവും മീനും. वो गिनती में रोटी और मछली थे. വേദപുസ്തകം പറയാണ് എന്തുള്ളൂ എന്ന് ചോദിച്ചതിനെ പ്രൈസ് ആയിരക്കണക്കിന് ആളുകളെ തൃപ്തിപ്പെടുത്തുവാൻ ദൈവം ഉപയോഗിച്ചു. वचन कहते हैं ये क्या है कुछ नहीं है बोलने का उस समय में कई लोगों को बांटने के लिए वो बढ़ा कर दिया ഇത് परमेश्वर ने. എന്തുള്ളെന്ന് ചോദിച്ച അതിനെ 12 കൊട്ട വീണ്ടും നിറച്ചെടുക്കുവാൻ ദൈവം ഇടയാക്കി. ये क्या है कुछ नहीं है बोलने का उस चीज को 12 टोकरी भरने के लिए परमेश्वर
परमेश्वर ने आशीष किया। അങ്ങനെയാണെങ്കിൽ ഇത് എന്തുള്ളൂ എന്ന് ചോദിക്കുന്ന ചില സന്ദർഭങ്ങളുടെ കടന്നുപോകുന്ന പ്രിയപ്പെട്ടവരെ, ऐसे है तो ऐसे ही सवाल करने वाले उस समय में गुजरने वाले मेरे प्रियो, ദൈവം നമ്മോട് കൂടെ ഉള്ളതുകൊണ്ട് परमेश्वर हमारे साथ है, इसलिए അവൻ എന്തുള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ ഭാരപ്പെടുന്ന നമ്മളെയോ അല്ലെ നമ്മുടെ വിഷയങ്ങളെയോ नाराज होने वाला हमें और हमारे विषयों को देखकर ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നെങ്കിൽ उस विषय को अगर आप परमेश्वर के हाथों में देने के लिए तैयार होते हैं, ദൈവം അതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ तो പോകുകയാണ്. परमेश्वर उसको कई गुना बढ़ाएगा। നിന്റെ മരുഭൂമിയിൽ ഒരു അനുഗ്രഹം ദൈവം പകരാൻ പോകുകയാണ്. मरुस्थल में परमेश्वर ने एक आशीष देगा। ദൈവം നിന്റെ സ്ഥിതി മാറ്റാൻ പോകുകയാണ്. परमेश्वर आपके स्थिति को बदल देगा। ദൈവം നിന്റെ ചരിത്രം മാറ്റി എഴുതാൻ പോയ ശൗലെ നീ രാജാവാകാം. परमेश्वर आपके इतिहास बदलने जा रहा है, शाऊल को राजा बनाने जा रहा है। മോശയെ നിന്നെ നിന്ദിച്ചോടുമ്പോൾ നിന്നെ ഞാൻ മാനിക്കാൻ പോകുകയാണ്. मूसा को निंदा करने वालों के सामने उसको आदर करने जा रहा है। മരുഭൂമിയിൽ നടക്കുന്ന ഒരു കൈമാറ്റത്തിന് മുമ്പിൽ, मरुस्थल में होने वाले एक लेन देन के बीच में അധികാരത്തിന്റെ കൈമാറ്റം നടക്കുകയാണ്. अधिकार के एक लेन देन दे रहा ഈ है। ജനത്തെ വിടുവിച്ചുകൊണ്ടുള്ള അധികാരത്തിന്റെ കൈമാറ്റം നടക്കുകയാണ്. लोगों को छुड़ा कर लाने के लिए एक आशीष उनको दे रहा है। കനാനിൽ എത്തിക്കാനുള്ള അധികാരത്തിന്റെ കൈമാറ്റമാണ്. कनान तक लेके जाने के लिए उसको अधिकार दे रहा है। ഈ ആലയത്തിനകത്ത് നടക്കുന്ന ഒരു കൈമാറ്റത്തിന്റെ അധികാര ശുശ്രൂഷയാണ്. इस कलीसिया के अंदर हो रहा है एक अधिकार की सेवकाई। അത് നിന്നെ സ്വർഗീയ കനാനിൽ എത്തിക്കുക തന്നെ ചെയ്യും. आपको उस स्वर्गीय कनान की ओर जरूर पहुंचाएगा। യാത്രയിൽ ഉടനീളം ഞാൻ നിന്നോട് കൂടെയുണ്ട് കുഞ്ഞേ. सफर में हाल बिल्कुल मैं आपके साथ रहता നീ हूं। ക്ഷീണിച്ചു പോകത്തില്ല. आप कमजोर नहीं होंगे। പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിത്തൂണായി ഞാൻ നിന്നോട് കൂടെയുണ്ട് കുഞ്ഞേ. परमेश्वर हमेशा आपकी सहायता के लिए आपके संग रहते हैं। നിന്റെ ഉടുപ്പ് പഴകി പോകത്തില്ല. आपके कपड़े हालेलुया നിന്റെ आपके कपड़े हालेलुया पुराने नहीं होंगे। നിന്റെ കാലിന്റെ ചെരുപ്പിന്റെ വള്ളി അത് പൊട്ടിപ്പോവുക തേഞ്ഞു പോവുക ചെയ്യത്തില്ല. आपके जूतियां खराब नहीं होंगे। ഞാൻ നിന്നോട് കൂടെയുണ്ട് കുഞ്ഞേ. मैं निश्चय आपके संग रहता हूं। ഹല്ലേലൂയ. നമ്മോട് കൂടെയുള്ള ദൈവത്തിന് സ്തോത്രം ചെയ്യാം. हमारे साथ रहने वाले परमेश्वर को स्तुति करें। നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. आंखों को बंद करें, പ്രാർത്ഥനയ്ക്ക് നമ്മുടെ തലകളെ വണക്കാം. प्रार्थना करें। നാം എല്ലാം